ഇരിട്ടി YMCA സിൽവർ ജൂബിലി ആഘോഷ സമാപനവും ജൂബിലി സ്മാരകമായി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും 21-ന് 4 മണിക്ക് കല്ലുമുട്ടി ടേസ്റ്റി ഹാങ്ഔട്ട് മിനി ഹാളിൽ നടക്കും. ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനവും താക്കോൽദാനവും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കുമെന്നും സംഘാടകർ ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരിട്ടി YMCAയുടെ സിൽവർ ജൂബിലി സ്മാരകമായി കരിക്കോട്ടക്കരിയിൽ ബിജു ഉണ്ണിമാക്കൽ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് 8 ലക്ഷം രൂപയോളം മുടക്കി വീട് പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും പ്രസിഡന്റ് ഷിൻഡോ മാത്യു, സബ് റീജിയൻ വൈസ് ചെയർമാൻ ഡോക്ടർ MJ മാത്യു, ജസ്റ്റിൻ കുട്ടുകാപ്പള്ളി, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി കുറ്റിയിൽ, ജോയിന്റ് സെക്രട്ടറി NJ ജോഷി എന്നിവർ അറിയിച്ചു. ഇരിട്ടി YMCA അതിൻ്റെ സിൽവർ ജൂബിലി നിറവിലാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇരിട്ടി YMCAയുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൂബിലി സ്മാരക സ്നേഹവീടിൻ്റെ നിർമ്മാണമാണ്. ആ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ട് പൊതുസമ്മേളനവും ഈ സ്നേഹവീടിൻ്റെ താക്കോൽദാനവും ഈ മാസം 21-ാം തീയതി ഇരിട്ടി കല്ലുമുട്ടിയിൽ ടേസ്റ്റി ഹാങ്ഔട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. സംസ്ഥാന വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുഖ്യാതിഥിയായിരിക്കും. അദ്ദേഹം ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും സ്നേഹവീടിൻ്റെ താക്കോൽദാനം കർമ്മം നിർവഹിക്കുന്നതുമാണ്. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് വിശിഷ്ടാതിഥിയായിരിക്കും. കേരള YMCAയുടെ പ്രസിഡന്റ് ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ കർമ്മവും നിർവഹിക്കും. ഇരിട്ടി YMCA ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാത്രമല്ല വളരെ സജീവമായിട്ടുള്ളത്. യുവജനങ്ങളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും വളരെ സജീവമായി ഇടപെടുന്നുണ്ട്. സ്കോളർഷിപ്പുകൾ, വിദ്യാഭ്യാസ ധനസഹായം, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അങ്ങനെ നിരവധി പദ്ധതികൾ YMCAക്കുണ്ട്. ഈ പദ്ധതികളുടെ ഒക്കെ അതിൻ്റെ ഭാഗമായി നടത്തപ്പെട്ടിട്ടുള്ള മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ളവർക്ക് സമ്മാനദാനവും അവാർഡ് വിതരണവും അന്ന് നടക്കും. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തും റിസർച്ച് മേഖലയിൽ ഒക്കെ മികവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭകളെയും അന്ന് ആദരിക്കുന്നതാണ്.